സാറേ നമസ്കാരം. നമസ്കാരം. വയനാട്ടിൽ ഒരിക്കൽ കൂടി ഈ വയനാട്ടുകാർ മഹാഭാഗ്യവാന്മാരാണ്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾ അടങ്ങുന്നേയില്ല, ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആഹ്ലാദവും നിരാശയൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ഒരു പനോരമ പോലെ അവർക്ക് ഇങ്ങനെ കാണാനുള്ള യോഗമുണ്ട്. ഒടുവിലത്തെ സംഭവവികാസം രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നു. അദ്ദേഹം ഈ അമേത്തി നിലനിർത്തുന്നു. ആ സ്ഥാനത്തേക്ക് അപ്പോൾ വയനാട്ടുകാരുടെ ഒരു വലിയ സങ്കടം, അയ്യോ നെഹ്റു കുടുംബം ഞങ്ങളെ കുറച്ചു കാലമായി ഏറ്റെടുത്തതിൻ്റെ ഒരു സന്തോഷവും സൗഭാഗ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരൊട്ടും നിരാശപ്പെടുത്താതെ നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയേക്കാൾ പ്രിയപ്പെട്ട, ജനങ്ങൾക്കും ഇന്ത്യക്കാർക്കും പ്രിയപ്പെട്ട ഒരാൾ, പ്രിയങ്ക, സ്വന്തം സഹോദരിയെ വയനാട്ടിൽ അവതരിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എല്ലാവരെയും പ്രീതിപ്പെടുത്തുകയാണ്. ഉത്തർപ്രദേശുകാരെയും മലയാളികളെയും ഒരേ സമയം പ്രീതിപ്പെടുത്തുന്ന ഒരു സമീപനം. എല്ലാവരും സന്തോഷത്തിലാണ്. അതിൻ്റേതായ വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രിയങ്കയുടെ വരവിനെ, അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളെ സാർ എങ്ങനെയാണ് ഒരു പ്രാഥമിക നിരീക്ഷണം? പ്രിയങ്കയുടെ വരവിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ള കാര്യത്തിൽ ആർക്കും വലിയ സംശയമൊന്നുമില്ല. ഈ ഇലക്ഷനിൽ ആര് ജയിക്കും എന്നുള്ളത് ഇറ്റ് ഇസ് എ ഫോർഗോൺ കൺക്ലൂഷൻ. അതിനെപ്പറ്റി തർക്കിക്കാനൊന്നുമില്ല. പിന്നെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിൽ കൂടോ എന്നുള്ളൊരു ചിലരൊക്കെ അത് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. അല്ല അത് ജയിക്കോ തോക്കോ എന്നുള്ളത് അതൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അല്ല, അതേ കഴിഞ്ഞു. യെസ്, ഇനീഷ്യലി ഭൂരിപക്ഷം കൂടുമെന്നല്ലേ നമ്മൾ കരുതേണ്ടത്? ഭൂരിപക്ഷം കൂടും എന്നാണ് കരുതേണ്ടത്. കാരണം ഒരു കൺസേൺ ഒന്ന് അവർ സ്ത്രീയാണ്, രണ്ട് നെഹ്റു കുടുംബത്തിലെ ഏറ്റവും പെറ്റായിട്ടുള്ള ഒരാളാണ്. ഇന്ദിരാഗാന്ധിയുടെ എല്ലാം രൂപത്തിലും ഭാവത്തിലും ആ തുടർച്ചയുണ്ട്. ഇന്ദിരാഗാന്ധി ഇപ്പോൾ സുരേഷ് ഗോപി പോലും ഭാരത മാതാവ്, മീൻസ് കോൺഗ്രസ്സുകാരുടെ കൺസെപ്റ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ശക്തയായ ഭരണാധികാരി. അപ്പോൾ ഒരു സെക്കൻഡ് ഇന്ദിര എന്ന രീതിയിൽ ആളുകൾ, പ്രത്യേകിച്ച് അമ്മമാരും കുട്ടികളൊക്കെ ഒരു വലിയ സ്നേഹം ചെറുപ്പക്കാരൊക്കെ അവരോട് കാണിക്കുമായിരിക്കും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കൂടാൻ രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത എന്ന് ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്ക് പറയാം. അത് തന്നെയല്ല, പ്രിയങ്ക ഗാന്ധിനെ ഇന്ദിരാഗാന്ധി മരിച്ച അന്നോട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം ആ ഫ്യൂണറലിൻ്റെ സമയത്ത് അവിടെ വന്ന് ഈ കുട്ടി നിൽക്കുമ്പോൾ ബാക്കി ഇന്ത്യക്കാരെല്ലാം ഷോക്ക്ഡായിട്ട് നിൽക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ വാർത്ത കേട്ടിട്ട്. കാരണം ശരീരം മുഴുവനും മെഷീൻ ഗൺ വെച്ച് അടിച്ച് ആകെ അരിപ്പ പോലെ ആയിരിക്കുന്ന ഒരു ശരീരമാണ്. ആ വാർത്ത കേട്ടിട്ട് ആൾക്കാർക്ക് തലനേരെ നിൽക്കാത്ത സമയമാണ്. പക്ഷേ ഈ പ്രിയങ്ക ഗാന്ധി അവിടെ വന്നു കഴിഞ്ഞിട്ട് ആ ഫോർട്ടിറ്റ്യൂഡ്, എന്തും സഹിക്കാനുള്ള കഴിവ്, അതെ, അത് വളരെ കൂൾ, ക്യുക്കമ്പർ എന്ന് പറഞ്ഞ പോലെ വളരെ കൂളായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അന്ന് തന്നെ ആൾക്കാർ പറഞ്ഞിരുന്നു ഇത് ഇന്ദിരാഗാന്ധി തന്നെയാണ് മുതൽ, ഇന്ദിരാഗാന്ധിയുടെ ഒരു രണ്ടാം ജന്മം എന്നുള്ള രീതിയിലാണ്. അന്നോട്ട് കോൺഗ്രസ്സിലെ ഏറ്റവും പ്രിയപ്പെട്ട കണ്ണിലുണ്ണിയായ ഒരു നേതാവാണ്. ആരും നേതാവാക്കിയില്ലെങ്കിലും കുട്ടിയായിരുന്നെങ്കിലും ആളുകളുടെ കണ്ണിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള കോൺഗ്രസ് ലീഡർ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധിയാണ്. ഒരാൾ മാത്രമേ അതിൽ ഡിസഗ്രി ചെയ്യാൻ സാധ്യതയുള്ളൂ, അത് സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിനെ തന്നെ നേതാവാക്കി കൊണ്ടുവരാനും വളർത്താനുമാണ് തുടക്കം തൊട്ട് ശ്രമിച്ചിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു. കുടുംബത്തിനകത്തൊരു ഇഷ്യൂ അങ്ങനെ ഉണ്ടോ? അല്ല, ഇഷ്യൂ ഒന്നുമില്ല. ശരി, ദാറ്റ് ഈസ് ഫെമിനിൻ സൈക്കോളജി ഓർ മദേഴ്സ് സൈക്കോളജി. നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം കുറെ കഴിയുമ്പോൾ നമുക്ക് പ്രായം കഴിയുമ്പോൾ അതെ, ഒരു പുരുഷനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്, മകനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല മകനാണല്ലോ മൂത്തത്. അപ്പോൾ ഇറ്റ് ഈസ് ഓൺലി നാച്ചുറൽ. അതിൽ വേറെ ദുരുദ്ദേശമൊന്നുമില്ല. ഒരു മകനെ ഏൽപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരുന്നു തുടക്കം തൊട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇതുവരെ മത്സരിപ്പിച്ചിട്ടില്ലല്ലോ ഒരു ഇലക്ഷനിലും. ആദ്യമായിട്ടാണ് അതിനുള്ള ഭാഗ്യം അവർക്കുണ്ടായത്. വയനാട് കേരളത്തിന്റെ മണ്ണിലാണ്. അവരെ ആദ്യമായി പാർലമെന്റിൽ എത്തിക്കാനുള്ള സൗഭാഗ്യം സിദ്ധിക്കുന്നത് മലയാളിക്കാണ്. സാർ ആ സീൻ പറഞ്ഞപ്പോൾ എൻ്റെ പോലും കണ്ണ് നിറഞ്ഞു പോയി. രാഹുൽ ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ ആ ഫ്യൂണറൽ, ആ രംഗത്ത് ഒരു മകൾ, ഇന്ത്യയുടെ ഒരു പുതിയ തലമുറയിലെ പുത്രി, അവർ നിൽക്കുന്ന ആ ദൃശ്യം ഞാൻ ഒന്നുകൂടി ഓർത്തു നോക്കുമ്പോൾ സാറ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും വന്നു. ഇത് സത്യത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിൽ രാഷ്ട്രീയമായി എന്തൊക്കെ ബദലുകൾ വരുമ്പോഴും കോൺഗ്രസിനെയും കോൺഗ്രസ് മുന്നണിയെയൊക്കെ തോൽപ്പിച്ച് മൂന്നാം തവണയും മോദിജി അധികാരത്തിലേറുമ്പോഴും ഒരു ഹ്യൂമൻ ചലഞ്ചായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഈ ഒരു ചിത്രം നിൽക്കുന്നുണ്ടാവില്ലേ സാർ? ഉണ്ടോ. ഇപ്പം നെഹ്റുവിന് പൊളിറ്റിക്സിൽ ഗെയിൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുള്ളൂ. നെഹ്റു കുടുംബം എന്ന് നമ്മൾ വിളിക്കുമ്പോഴും നെഹ്റുവിന് ശേഷമുള്ള ഒരു പൊളിറ്റിക്സിൽ ഇന്ദിരാഗാന്ധിയുടെ അന്ത്യം രാജ്യത്തിന് വേണ്ടി തന്നെ അർപ്പിക്കപ്പെട്ടതാണ്. നമ്മൾ കണ്ടു. അതേ അവസ്ഥയാണ് രാജീവ് ഗാന്ധിക്കും വന്നത്. ഒരു പക്ഷേ ഈ രണ്ട് കുട്ടികളും അങ്ങനെ ഒരു അന്ത്യം എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? ആ ഒരു സാക്രിഫൈസിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സ്വയം ബലി കൊടുക്കാൻ
തീരുമാനിച്ചുറച്ച ഒരു മനസ്സുമായിട്ടാവില്ലേ? അല്ലെങ്കിൽ അവർ പൊളിറ്റിക്സ് വിട്ടു പോകണ്ടേ? അവർക്ക് ഇറ്റലിയിൽ എവിടെയെങ്കിലും പോയി താമസിച്ചൂടെ, ജീവിച്ചൂടെ? അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ പേരിനൊന്നും ഇപ്പോൾ അവർക്ക് പൊളിറ്റിക്സിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, പേരിന് വേണ്ടി. അപ്പോൾ അവർ നിൽക്കുന്നത് തന്നെ ഒരു സാക്രിഫൈസിൻ്റെ പുറത്താവില്ലേ? ആ ഒരു ബലി ആൾറെഡി ജീവിച്ചുകൊണ്ട് അർപ്പിക്കുന്ന ഒരു ബലിയാവില്ലേ? അതെനിക്ക് തോന്നുന്നു ഇന്ത്യൻ പൊളിറ്റിക്സിൽ ആർക്കും ഇല്ലാത്ത ഒരു സ്റ്റാച്ചറും ഒരു 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 പേരും. അതെ, അതിപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധി ഇവിടെ വരുമ്പോൾ പാർലമെൻറ്റ് മെമ്പറല്ല, അസംബ്ലി മെമ്പറല്ല, പഞ്ചായത്ത് മെമ്പർ പോലുമല്ല. പക്ഷേ കോൺഗ്രസ്സുകാർ ഏറ്റവും റെസ്പെക്ട് കൊടുക്കുന്നത് പ്രിയങ്കയ്ക്കാണ്, പ്രിയങ്ക വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിലൊരു തർക്കമില്ല. അത് മാത്രമല്ല, ദാറ്റ്സ് എ കൈൻഡ് ഓഫ് യൂഫോറിയ ദാറ്റ് ഷീ ക്രിയേറ്റ്സ് ത്രൂ ഹെർ മിയർ പ്രസൻസ്. അപ്പോൾ ഇവിടെ വന്നു, ഇപ്പം നമുക്ക് ഒറ്റ കാര്യം എടുത്താൽ മതി. നമ്മുടെ കരുണാകരൻ്റെ സുപുത്രൻ മകൻ മുരളീധരൻ, അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ഇലക്ഷനിൽ തോറ്റോടുകൂടി അദ്ദേഹത്തിന് ആകെ ഒരു സമനില തെറ്റിയ പോലെയായിരുന്നു. ഞാൻ ഈ രാഷ്ട്രീയമൊന്നും എനിക്ക് വേണ്ട, 2 കൊല്ലത്തേക്ക് സമാധാനമായിട്ട് ജീവിക്കാം, അതും ഇതൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പ്രിയങ്ക വരുന്നു എന്ന് പറഞ്ഞ പാടെ ആളുടെ മട്ടൊക്കെ മാറി, മനസ്സ് മാറി. പിന്നെ മുരളിയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആ ഒരു ആ ഷോക്ക് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയം ഒന്ന് വിട്ടുപോകാൻ പറ്റും. മുരളീധരൻ രാഷ്ട്രീയം വിട്ടിട്ട് എവിടെ പോകാൻ? പക്ഷേ ഈ വന്നതോടെ എളുപ്പത്തിൽ പാച്ചപ്പായി, വളരെ എളുപ്പത്തിൽ. മാത്രമല്ല, ഈ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന കൂട്ടത്തിൽ തന്നെ ചേലക്കര, പാലക്കാടൊക്കെ വേറെ അസംബ്ലി, അതിലും ഇത് വളരെയധികം റിഫ്ലക്റ്റ് ചെയ്യും ഇവരുടെ പ്രസൻസ്. മാത്രവുമല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത അസംബ്ലി ഇലക്ഷൻ ഉണ്ടല്ലോ കേരളത്തിൽ, 2 പ്രാവശ്യം കോൺഗ്രസ് പച്ച തൊടാതെ പോയി അസംബ്ലി ഇലക്ഷനിൽ. കാര്യം 2019 ഇറ്റ് വാസ് എ ലാൻഡ് സ്ലൈഡ്, നല്ല മജോറിറ്റിയോടുകൂടി ലോക്സഭയിൽ നല്ല ഒരു ലാൻഡ് സ്ലൈഡ്, നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ ആയാലും മോശമായിപ്പോയി. അത് മോശമായതിന് 2 കാരണം ഉണ്ടായി സാർ. 20 പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലോക്സഭാ ഇലക്ഷനോടോ അസംബ്ലി ഇലക്ഷനോടോ കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത് ലോക്കൽ താല്പര്യങ്ങളാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അസംബ്ലിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു മഹാമാരി വന്ന് ഗവൺമെന്റിനെ രക്ഷിച്ചു. അതാണ് അതിലൊരു സത്യത്തിൽ ഇവർക്കൊന്നും പൊളിറ്റിക്കൽ ആയിരുന്നില്ല ആ ഇലക്ഷൻ. അതുകൊണ്ടാണല്ലോ കോവിഡ് വന്ന് രക്ഷപ്പെടുത്തിയതാണ് അന്ന്. പിണറായി വിജയന്റെ ആരാധകൻ തന്നെ പറഞ്ഞില്ലേ, ഇനി ജയിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ കോവിഡ് അല്ലെങ്കിൽ മഹാമാരി വരണം, അല്ലെങ്കിൽ പേമാരിയും ദുരന്തങ്ങൾ എല്ലാ കാലത്തും നമ്മളെ രക്ഷക്കെത്തും. ഓക്കെ സാർ, ഇനിയിപ്പോൾ നമ്മൾ ഈ പ്രിയങ്ക വരുമ്പോൾ 2 ഫാക്ടറാണ് ഇനി ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. പ്രിയങ്ക പാർലമെന്റിൽ എന്ത് മാറ്റം ഉണ്ടാക്കും? അല്ല, പാർലമെന്റിൽ ഷീ വിൽ ബി ദി സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. മാത്രമല്ല, BJP-ക്കാർ എന്ത് പറഞ്ഞാലും അതിന് തക്ക മറുപടി, ചുട്ട മറുപടി, ഉരുളയ്ക്ക് ഉപ്പേരി വില കൊടുക്കാൻ കഴിവുള്ളൊരു ആളാണ് അവിടെ. മറുപടി പറയുന്നുണ്ട്. മാത്രമല്ല, നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലായാലും ഇവരെ ഏൽപ്പിച്ച പണിയൊക്കെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അവർ ചെന്നിടത്തൊക്കെ അതിൻ്റെ ഒരു ഇളക്കവും പ്രഭാവവും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാവിക്കും കുറെ കൂടി ഒരു ഊർജം നൽകും എന്നല്ലേ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇതിൻ്റെ ഇനിയിപ്പോൾ ഈ കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ്, വയനാട് വന്ന് മത്സരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആയിരിക്കും. കാരണം കേരളത്തിലെ കോൺഗ്രസിന് കഴിഞ്ഞ 2 പ്രാവശ്യം ഏൽപ്പിച്ചില്ല, അല്ലെങ്കിൽ UDF-നെ ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ തമ്മിലടിയാണ്. 2 3 കോൺഗ്രസ്സുകാർ കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അടി പ്രതീക്ഷിക്കാം. ഇപ്പോൾ തൃശ്ശൂർ മുരളി തോറ്റു, ഓക്കെ, തോൽവിയും ജയമൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ അവിടെ അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ പൂരത്തെക്കാളും വലിയ അടികളാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ ഒരു ശാപമാണ്. ഇതുകൊണ്ട് പലപ്പോഴും കോൺഗ്രസ്സിന് ഈ ദൗത്യം ഏൽപ്പിക്കാൻ നാട്ടുകാർക്ക് ഭയമാണ്. ഇവർ വന്നു കഴിഞ്ഞാൽ ദിവസവും തമ്മിലടിയായിരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഇവരുടെ പ്രിയങ്കയുടെ മേയർ പ്രസൻസ് മതി ഈ പ്രശ്നമൊക്കെ മാറി. ഒന്ന് കോൺഗ്രസ്സിൽ വിയോജിപ്പില്ലാത്തൊരു ലീഡർഷിപ്പ് ഉണ്ടാവും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയേക്കാൾ നന്നായി പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഏകോപനം കേരളത്തിൽ സാധ്യമാവും. അത് കോൺഗ്രസിന് ഊർജ്ജം നൽകുന്നതാണ് സാറ് പറയുന്നത്. അതെ. അപ്പോൾ ഇവിടെ കോൺഗ്രസ്സിൽ കേരളത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയില്ലേ, ദൗ എയിലസ്റ്റ് ഹിയർ ആൻഡ് ഹിയർ എന്ന് കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയും എന്ന് മാത്രമല്ല, അതിനുള്ള പരിഹാരവും എന്താണെന്ന് കൃത്യമായിട്ട് അവർ പറയും. മാത്രമല്ല, ഈ പരിഹാരം ശരിയായാലും തെറ്റായാലും കോൺഗ്രസ്സുകാരെല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്യും. അവരുടെ സംഘടനയിൽ ഇപ്പോൾ തന്നെ അവർക്ക് ആവശ്യത്തിന് റോൾ ഉണ്ട് താനും. AICC ജനറൽ സെക്രട്ടറി ആണല്ലോ ആ അർത്ഥത്തിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ ഇനി വരാൻ പോകുന്ന 2 ഇലക്ഷനാണ്. നമ്മൾ 2019 കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു 20 21 എന്ത് സംഭവിച്ചു എന്നാണല്ലോ ചോദ്യം. അത് ആവർത്തിക്കാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? ഇപ്പോൾ 25 പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, മീൻസ് ലോക്കൽ ബോഡി ഇലക്ഷൻ. 26 അസംബ്ലി ഇലക്ഷൻ വരും. 19 ശേഷമുള്ള ഒരു സിനാരിയോ വീണ്ടും ആവർത്തിക്കും എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതിന് സാധ്യത കുറവാണ്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഓക്കെ, 25 വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ വല്ലാതെ പൊളിറ്റിക്കലായിട്ട് കാണണ്ട.
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും അതിന്റെ വഴിക്ക് പോയി ഒരു പ്രാദേശികമായ താല്പര്യങ്ങൾ ഉണ്ടാവും. കൂടുതൽ ഉദ്ദേശിച്ചത് അസംബ്ലി, അതെ, മുന്നണി വിട്ട് മുന്നണിയിലേക്ക് മാറും, പലതും ഉണ്ടാവും. അപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനെ നമ്മൾ ഗണ്യമായിട്ട് എടുക്കണ്ട. 26-ലെ അസംബ്ലി ഇലക്ഷനെ എങ്ങനെ ബാധിക്കും? അസംബ്ലി ഇലക്ഷന് തീർച്ചയായിട്ടും ഇവരുടെ വരവ് വളരെ കോവിഡ് വരാൻ പോകുന്നില്ല. അതെ, പ്രിയങ്ക ഗാന്ധി വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ LDFന് ഇത് ഭയങ്കര ഒരു അടിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ ഇലക്ഷനിൽ തന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി കുറഞ്ഞു വരികയാണ്. 100-ലേറെ സീറ്റുകൾ ഇപ്പോൾ LDFനെതിരാണ് ഈ അസംബ്ലി സെഗ്മെന്റിന്റെ വോട്ടിംഗ് എടുക്കുമ്പോൾ. രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മഹാമാരികളൊന്നും വന്നില്ലെങ്കിൽ സ്വാഭാവികമായി ഇപ്പോൾ കിട്ടിയ വോട്ട്, ഇപ്പോൾ ലോക്സഭയിലേക്ക് കിട്ടിയ വോട്ട് രാഹുൽ ഗാന്ധി കിട്ടിയ വോട്ടല്ല, തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി കിട്ടിയ വോട്ടുമല്ല. ഇവിടെ കിട്ടിയ വോട്ട് മുഴുവനും ആൻറ്റി പിണറായി വോട്ടാണ്. ആളുകളുടെ മനസ്സ് തെളിഞ്ഞു നിൽക്കുന്നത് ആളുകൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു മുഖമാണ്, നിറഞ്ഞു നിൽക്കുന്ന ചിത്രം, ആളുകൾ വെറുത്ത് കഴിഞ്ഞ ചിത്രം സമ്പൂർണ്ണമായിട്ട്. അത് മാത്രമല്ല, ഈ പറഞ്ഞ കാര്യം എല്ലാവരും സമ്മതിച്ചിട്ടില്ല. ആകെ ഒരാൾ മാത്രം, പിണറായി മാത്രമേ സമ്മതിക്കാത്ത. തീർച്ചയായിട്ടും ഒരാൾ മാത്രമേ. അദ്ദേഹം ഭീഷണി പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതിനെപ്പറ്റി രക്ഷയില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇനി ആ ഇരുമ്പ് മറ നിർത്താൻ കഴിയും. ഈ ഇലക്ഷനോട് കൂടി പാർട്ടിയും എല്ലാ വേണ്ടപ്പെട്ടവരും എല്ലാ മുന്നണി ഘടകകക്ഷികളൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ വരുമ്പോൾ സാറേ ഒരു കാര്യം ഉറപ്പല്ലേ, 2019-ലെ ലോക്സഭാ ഇലക്ഷന് വിരുദ്ധമായ റിസൾട്ട് 2021-ൽ വന്നതുപോലെ രണ്ട് കാരണത്താൽ അത് പ്രതീക്ഷിക്കാൻ വയ്യ. 2024-ലെ അതേ വോട്ടിംഗ് നില അല്ലെങ്കിൽ അതേ ജനമനസ്സ് 26-ൽ നിലനിൽക്കും. രണ്ട് കാരണത്താൽ. ഒന്ന്, ഈ മഹാമാരി വന്ന് കിറ്റ് കൊടുത്തൊന്നും രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയില്ല. രണ്ട്, ആൻറ്റി പിണറായി വോട്ടാണ്. ആൻറ്റി പിണറായി വോട്ട് നേരിട്ട് അസംബ്ലിയിലേക്ക് ഇലക്ഷൻ നടത്താത്ത കാലത്ത് ഇത്ര വന്നെങ്കിൽ അസംബ്ലി ഇലക്ഷൻ നടക്കുമ്പോൾ എന്തുമാത്രം ഭയങ്കര ഭീകരമായിട്ട് തന്നെ ഉണ്ടാകും. കാരണമല്ല, ഇപ്പോൾ ഈ പിണറായി വിജയനാകുന്ന രീതിയിൽ പുള്ളിക്കാരൻ എങ്ങനെ വീണാലും 4 കാലുമ വീഴുന്ന ഒരാളാണ്. വീണത് വിദ്യയാക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന പാടെ അദ്ദേഹം പറഞ്ഞു, ഇത് പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലേക്കുള്ള ഇലക്ഷനാണ്, കേന്ദ്രത്തിലെ ഭരണത്തോടുള്ള വിരോധമാണ് ഈ കണ്ടതല്ലാതെ കേരളത്തിൽ ആരെയും ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ രാജിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ, പണ്ട് AK-ന് രാജി വെച്ചിട്ടുണ്ടാവും, അത് പാർട്ടി എന്നുള്ള ശല്യം കൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടല്ലോ. അപ്പോൾ രാജിയുടെ കാര്യമേ പറയേണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറയാൻ പറ്റില്ല. പിന്നെ ആരാണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ആരാധകൻ വിളിച്ചു പറഞ്ഞു, ഇനി വെള്ളപ്പൊക്കം പറഞ്ഞത് നോക്കിയിരിക്കില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വിവരദോഷിയാണ് എന്ന്. അദ്ദേഹത്തിന്റെ ആരാധകനെ വിളിക്കാവുന്ന ഒരു ശുദ്ധനായ സന്യാസിയാണ്. അപ്പം അത്രയും കാര്യങ്ങൾ ഇങ്ങനെ പുരോഹിതനാണല്ലോ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ വേറൊരു കാര്യം കൂടി ഇദ്ദേഹത്തിന് അപകടകരമായ അവസ്ഥ വന്നിട്ടുണ്ട്. പിണറായിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്ലാൻ ബി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം, മീൻസ് കോൺഗ്രസ്സിന്, ഇടതുപക്ഷത്തിന് വലിയ തളർച്ചയുണ്ടാവുകയും കോൺഗ്രസ്സിന് ആണ് മുൻതൂക്കം കിട്ടുകയും ചെയ്യുന്നതെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷന് മുമ്പായിട്ട് UDFിലുള്ള മുസ്ലിം ലീഗിനെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ ശ്രമം നടക്കുമായിരുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗ് ഖണ്ഡിതമായ നിലപാട്, ഏതാണ്ട് വളരെ ഷാർപ്പായ സുവ്യക്തമായ നിലപാട് എടുത്തു കഴിഞ്ഞിട്ട് രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, UDF തന്നെ വരുമെന്നൊരു പ്രതീക്ഷ അവർക്ക് വന്നു. കേന്ദ്രത്തിലും കോൺഗ്രസിൻ്റെ നില കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവർ പ്രതീക്ഷയിലാണ്. അത് തന്നെയല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാൾ മോഡലും ത്രിപുര മോഡലും ആയിട്ട് കേരളത്തിലേക്കും വരാൻ പോകുന്ന ഒരു ചിന്താഗതി വന്നു. മാർക്സിസ്റ്റ് പാർട്ടി സ്ഥിതി വളരെ കഠിനമാണ്. അത് മുസ്ലിം ലീഗ് മാത്രമല്ല മനസ്സിലാക്കിയേക്കണേ, CPI മനസ്സിലാക്കി. CPIയുടെ ഈയിടെ ചില പ്രഖ്യാപനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരാളും പറയില്ല, അതേപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, അപ്പോൾ മുസ്ലിം ലീഗിനെ ചേർത്തുകൊണ്ടുള്ള ഒരു ഭരണ സാധ്യതയും ഇനിയില്ല. ഇനി അവശേഷിക്കുന്ന ഒരു സാധ്യതയുണ്ട് സാർ. നമ്മളിങ്ങനെ പറയുമ്പോഴും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കാൽക്കുലേഷൻ, ഈ പ്ലാനൊക്കെ അനുസരിച്ച് തീർച്ചയായിട്ടും ഇപ്പോൾ ലോക്സഭയിലേക്ക് തോറ്റതിനേക്കാളും കൂടിയ ഭൂരിപക്ഷത്തിന് LDF തോൽക്കാനുള്ള എല്ലാ സാധ്യതയും 2026-ൽ നിലനിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഒരു ചെറിയ വിശകലനത്തിലെ ഒരു പുതിയ കാഴ്ചപ്പാടുകൾ ചിലയിടത്തെങ്കിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ത്രികോണ മത്സരം 2026-ൽ നടക്കും. കാരണം 11 സീറ്റിൽ, ഇപ്പോൾ 11 നിയമസഭാ സീറ്റിൽ BJP മുന്നിട്ട് നിൽക്കുന്നുണ്ട്. 9 സീറ്റിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. 10 സീറ്റിൽ 3ാം സ്ഥാനത്തും വന്നിട്ടുണ്ട്. എന്ന് പറയാൻ 30 സീറ്റിൽ അവർ നിർണായകമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഏതാണ്ട് 10-30 സീറ്റിൽ ഗണ്യമായ മത്സരം നടത്തുന്നു, മറ്റെല്ലായിടത്തും നല്ല വോട്ട് പിടിക്കുന്ന
ഒരു പാർട്ടിയായി, ഒരു മുന്നണിയായി NDAയും BJP മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ശങ്ക എന്താണെന്ന്, ഒന്ന് തീർച്ചയായിട്ടും നല്ലതാണ് മൂന്നാമതൊരു മുന്നണി വരട്ടെ, ഈ രണ്ടിനും മധ്യേ ഒരു മൂന്നാമത് ശക്തി വരട്ടെ, അപ്പോഴാണല്ലോ ജനാധിപത്യത്തിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ത്രികോണ മത്സരം വന്നാൽ, ഒരു മുക്കൂട്ട് മുന്നണി മത്സരത്തിൽ വന്നു കഴിഞ്ഞാൽ, ഒരു 3 മുന്നണികൾ ഒരേ സമയം ഇലക്ഷൻ ഫ്രൈയിൽ വന്നാൽ സംഭവിക്കാനിടയുള്ള ഒരു സാധ്യത എന്താണ്? കോൺഗ്രസ് വോട്ടുകൾ വലിയ തോതിൽ BJP പിടിക്കുമോ? BJP പിടിക്കുന്ന വോട്ട് ആരുടേതാവും? BJP പിടിക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ടുകളും പിടിക്കാം, തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളും പിടിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി പിടിക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ടാണെങ്കിൽ ആ ഗ്യാപ്പിൽ വളരെ സമർത്ഥമായി മൂന്നാമത്തെ മുന്നണിയായി LDF ജയിച്ചു കയറുമോ? അതിന് സാധ്യത കുറവാണ്. പണ്ടായിരുന്നെങ്കിൽ LDF അല്ലെങ്കിൽ BJP ഒക്കെ പിടിച്ചുകൊണ്ട് വന്ന കോൺഗ്രസിൻ്റെ വോട്ടായിരുന്നേനെ. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ BJPയിലേക്ക് പോയിരിക്കുന്ന കൂടുതൽ വോട്ടുകൾ ഇടതുപക്ഷത്തു നിന്ന് കൂടിയാണ് നല്ല തോതിൽ. ഈഴവ സമുദായത്തിൽ നിന്ന് കുറേ പോയിട്ടുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കുറേ പോയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ബെനിഫിറ്റ് ഇനിയിപ്പോൾ LDFന് അതുകൊണ്ട് ഉണ്ടാവില്ല, സാധ്യതയില്ല അല്ലേ എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ ഈ വരവ് കേരളത്തിലെ UDFൻ്റെ ഒരു വമ്പിച്ച തിരിച്ചുവരവിന് ഗുണകരമാവും. അത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തും, UDFനെ ശക്തിപ്പെടുത്തും. ഈ മുന്നണിയിലുള്ള ചാഞ്ചാട്ടങ്ങൾ ഏറെക്കുറെ അവസാനിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ ഇടതുപക്ഷത്ത് പ്രതീക്ഷയറ്റ ആരെങ്കിലുമൊക്കെ വീണ്ടും UDFനെ ശക്തിപ്പെടുത്താൻ വരികയല്ലാതെ തിരിച്ചുള്ള സാധ്യതകൾ UDFൽ നിന്ന് LDFിലേക്കുള്ള ചാഞ്ചാട്ടങ്ങൾക്കും സാധ്യതയില്ല. അതുകൊണ്ട് ഭദ്രമായ, കുറെ കൂടി സുരക്ഷിത ഒരു ഭദ്രമായ സർക്കാർ ആരാവട്ടെ, ഒരു ഭദ്രമായ UDF സർക്കാരിനെ 2026-ൽ പ്രതീക്ഷിക്കാം. പ്രിയങ്ക ഗാന്ധി നമുക്ക് സൗകര്യം നൽകുന്നുണ്ട്, സാധ്യത നൽകുന്നുണ്ട് അല്ലേ? ഈ ഘട്ടത്തിൽ ഈ ഒരു നിരീക്ഷണത്തോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.